നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു ഫുൾ ബോഡി ആക്ടിവേഷൻ വർക്കൗട്ട് ആണ്. ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഫിറ്റ്പിക്ക് എന്ന ബ്രാൻഡിന്റെ ഡബിൾ ലെയർഡ് ലാറ്റക്സ് ഫിറ്റ്നസ് റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ലൈഫ് ടൈം വാറണ്ടിയുള്ള ഇന്ത്യയുടെ ഒരു ബ്രാൻഡാണ് ഫിറ്റ്പിക്ക് എന്ന് പറയുന്നത്. ഈ വർക്കൗട്ടുകൾ കൊണ്ട് ആക്റ്റീവ് ആക്കാൻ പോകുന്ന മസിൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ട്രൈസെപ്സ്, ബൈസെപ്സ്, ചെസ്റ്റ് മസിൽസ്, അതുപോലെ തന്നെ ബാക്ക് മസിൽസ്, അതുപോലെ തന്നെ ലെഗ് മസിൽസ് ഇവയാണ്. ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ 3 ദിവസമാണ്, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ്. കാരണം എല്ലാ ഗ്രൂപ്പുകളും ആക്റ്റീവ് ആകുന്നത് കൊണ്ട് തന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു ദിവസം വർക്കൗട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കേണ്ടതാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഓരോ മസിൽ ഗ്രൂപ്പും ഓരോ വർക്കൗട്ട് മാത്രമാണ്. ഓരോ വർക്കൗട്ടും 3 സെറ്റ്സ് വരും. അതുപോലെ തന്നെ ഓരോ സെറ്റിലും കൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ സെറ്റ് 12 കൗണ്ട്, രണ്ടാമത്തെ സെറ്റ് 10 കൗണ്ട്, അങ്ങനെ മൂന്നാമത്തെ സെറ്റ് വരുന്ന സമയത്ത് അത് 8 കൗണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫിറ്റ്പിക്കിൻ്റെ ഈ ഒരു കിറ്റിൽ വരുന്നത് ഇതുപോലുള്ള 5 റെസിസ്റ്റൻസ് ബാൻഡാണ്. ഈ ബാൻഡിൻ്റെ മുകളിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടാവും. എത്ര LBS ആണ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള 5 ബാൻഡ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് ഡോർ ആങ്കറാണ്. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഡോറിൻ്റെ മുകളിൽ ഈ ഒരു ബാൻഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡോർ ആങ്കർ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇതിൽ വരുന്നത് ആംഗിൾ സ്ട്രിപ്പാണ്. ലെഗ് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ആംഗിളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ആംഗിൾ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ചെയ്യുന്നത് ചെസ്റ്റ് വർക്കൗട്ടാണ്. ചെസ്റ്റ് ഫ്ലൈസ് ആണ് ആദ്യം ചെയ്യുന്ന വർക്കൗട്ട്. നമുക്ക് വേഗം വർക്കൗട്ടിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ദിസ് ഈസ് ബിബിൻ, യു ആർ വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് ഫ്ലൈസ് ആണ്. അതിനുവേണ്ടി എടുത്ത റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 LBS ആണ്. ഇതുപോലെ തന്നെ ബാൻഡിൻ്റെ മുകളിൽ LBS കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിസ്റ്റൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോർ ആങ്കർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ഒരു ഡോർ ആങ്കർ എടുക്കുക. ഡോറിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഡോർ ക്ലോസ് ചെയ്യുക. ഓക്കെ, ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതോടെ ഹോൾഡ് ആവും. അതിനുശേഷം ഈ ഒരു ബാൻഡ് ഇതിലേക്ക് ഹോൾഡ് ചെയ്യുക. ഇത് നമുക്കിതുപോലെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ ഉള്ളത് ജിമ്മിലാണ്, അതുകൊണ്ട് ഈ ഡോറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ചെസ്റ്റ് ഫ്ലൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഇതിൻ്റെ കൂടെ ഇതുപോലത്തെ ഹാൻഡിലും കൂടി കിട്ടുന്നതായിരിക്കും. ഇത് ബാൻഡിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വർക്കൗട്ടുകൾ ചെയ്യാൻ സാധിക്കും. എന്തായാലും നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. 25 LBS ആണ് ഞാൻ റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, റെഡി? 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ സെറ്റ് നമ്മൾ ചെയ്യുന്നത് 10 കൗണ്ടാണ്. ഇപ്പം നമ്മൾ ചെയ്തത് 12 കൗണ്ടാണ്. അപ്പം എന്തായാലും ഞാനിതിൽ രണ്ടാമത്തെ സെറ്റ് കാണിച്ചു തരുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒന്ന് കാണിച്ചു കഴിഞ്ഞതാണ്. വെറുതെ ടൈം കളയണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 3 സെറ്റ്സ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കൗണ്ട്, സെറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൗണ്ട്, സെറ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8 കൗണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അടുത്ത വർക്കൗട്ടിലേക്ക് പോകാം. ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്തത് 25 ആണ്. അടുത്ത സെറ്റിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് 30 LBS എടുക്കുക. അതിനുശേഷം ഓരോ സെറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾ റെസിസ്റ്റൻസ് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ബാൻഡിൽ എല്ലാ തരം റെസിസ്റ്റൻസും അവൈലബിൾ ആണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് മസിൽസിനുള്ളതാണ്. സീറ്റഡ് റോയിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 LBS എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10 LBS എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വർക്കൗട്ടിലേക്ക് പോകാം. ഈ 2 ബാൻഡ്, അതായത് ഈ യെല്ലോ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ബാൻഡ് ഒരു ഹാൻഡിൽ ഞാൻ ജോയിൻ ചെയ്യിച്ചതാണ്. ഇത് വരുന്നത് 30 LBS, അതുപോലെ തന്നെ യെല്ലോ വരുന്നത് 10 LBS ആണ്. നമുക്ക് എന്തായാലും സീറ്റഡ് റോയിലേക്ക് പോകാം. ഞാൻ ഈ മെഷീനിൽ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പൊസിഷനിലേക്ക് വരുന്നു. 1 2 3 4 5 6 7 8 9 10 11 12.
ഓക്കെ, ഈ സെറ്റ് ഞാൻ ചെയ്തത് 12 കൗണ്ടാണ്. ഇനി അടുത്ത വരുന്ന സമയത്ത് 10 കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബാൻഡിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ 3 സെറ്റ്സ് ചെയ്യുക. ഞാൻ എന്തായാലും അടുത്ത വർക്കൗട്ടിലേക്ക് പോവുകയാണ്. അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെപ്സിനാണ്. ബൈസെപ്സ് സ്കെയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 15 LBS ആണ്. നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബാൻഡ് നന്നായിട്ട് ഇതുപോലെ കാലുകൊണ്ട് ചവിട്ടി പിടിക്കുക. അതിനുശേഷം നമുക്ക് ബൈസെപ്സ് സ്കെയിലിലേക്ക് വരാം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 this last one 12. ഓക്കെ, നമ്മൾ 12 കൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തത് 10 കൗണ്ടാണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, മറന്നു പോകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തത് 15 LBS ആയിരുന്നു. അടുത്തത് നിങ്ങളൊരു 20 LBS എടുക്കുക. അതിനുശേഷം മൂന്നാമത്തെ സെറ്റ് വരുന്ന സമയത്ത് അതൊരു 25 LBS എടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മസിൽസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രൈസെപ്സ് വർക്കൗട്ടാണ്. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 15 LBS തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ബാൻഡ് ഹോൾഡ് ചെയ്തത് മിഷൻ്റെ മുകളിലാണ്. നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ഡോർ ആങ്കർ ഉപയോഗിച്ചിട്ട് ഡോറിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, 12 കൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത 2 സെറ്റും കൂടി വരും. 10 കൗണ്ട്, അതുപോലെ തന്നെ 8 കൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസിസ്റ്റൻസ് കൂട്ടി കൊടുക്കുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്യുക. അടുത്ത വർക്കൗട്ട് ഷോൾഡർ ആക്റ്റീവ് ആക്കുന്നതിനുള്ള വർക്കൗട്ടാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ പ്രസ്സാണ്. നമുക്ക് എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബാൻഡ് കാലം കൊണ്ട് നന്നായിട്ട് ചവിട്ടി പിടിക്കുക. അതിനുശേഷം ഷോൾഡർ പ്രസ് എന്നൊരു പൊസിഷനിലേക്ക് വരിക. അതിനുശേഷം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2 3 4 5 6 7 8 9 10 11. Last one, easy. Yes, 12. ഓക്കെ, നമ്മൾ 12 കൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 10 കൗണ്ട്, അതിന് ശേഷം 8 കൗണ്ട്. മറന്നു പോയത് റെസിസ്റ്റൻസ് കൂട്ടി കൊടുക്കേണ്ടതാണ്. അടുത്ത നമ്മൾ ചെയ്യുന്നത് ലെഗിനെ ആക്ടിവേറ്റ് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വാട്ട് വർക്കൗട്ടാണ്. സ്ക്വാട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഫിറ്റ്നസ്സിനനുസരിച്ചുള്ളൊരു റെസിസ്റ്റൻസ് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 20 LBS ആണ്. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാൻഡ് നന്നായിട്ട് കാലുകൊണ്ട് ചവിട്ടി പിടിക്കുക. സ്ക്വാട്ടിൻ്റെ പൊസിഷനിലേക്ക് വരിക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11. Last one, easy, 12. ഓക്കെ, നമ്മളിവിടെ 12 കൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി വരുന്നത് 10 കൗണ്ട്, അതുപോലെ തന്നെ 8 കൗണ്ട് റെസിസ്റ്റൻസ് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ചെയ്തിട്ടുള്ളത് 5 വർക്കൗട്ടുകളാണ്. ഈ 5 വർക്കൗട്ടുകളും 5 മസിൽ ഗ്രൂപ്പുകളെ ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള വർക്കൗട്ടുകൾ എന്ന് പറയുന്നത് ചെസ്റ്റ് മസിൽസിന് നമ്മൾ ചെയ്തു, ബാക്ക് മസിൽസിന് ചെയ്തു, അതുപോലെ തന്നെ ബൈസെപ്സിന് ചെയ്തു, ട്രൈസെപ്സിന് ചെയ്തു, അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ലെഗ് മസിൽസിനും കൂടി ആക്റ്റീവ് ആകുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർക്കൗട്ടുകൾ നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ജിമ്മിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ, കാരണം ജിമ്മിൽ ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ ജോലി തിരക്കുള്ള ആളുകളാണെങ്കിൽ, ജിം ഒരുപാട് ദൂരത്താണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വർക്കൗട്ടുകളാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബാൻഡ് ഉപയോഗിച്ചാണ് ഇത്തരം വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു ബാൻഡ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും ഇത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഓഫ്.